മധുര മലയാള ബൈബിൾ ചിന്തകൾ. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടുന്ന് ലോകത്തിലായിരുന്നു. ലോകം അവിടുന്ന് വഴിയാണ് ഉണ്ടായത്. എങ്കിലും ലോകം അവിടുത്തെ അറിഞ്ഞില്ല. അവിടുന്ന് സ്വജനങ്ങളുടെ ഇടയിലേക്ക് വന്നു. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം, അത് കണ്ടെത്തുക, ഗ്രഹിക്കുക, ഉൾക്കൊള്ളുക, അതിലൂടെ നടക്കുക, അതിലേക്ക് മാത്രമായിട്ട് ചരിക്കുക. ഈ പ്രയാണത്തിൽ നമ്മെ എത്തിക്കുന്നത് പല ഘടകങ്ങളിലൂടെയാണ്. മനുഷ്യരാശിയുടെ വളർച്ചയിൽ അക്ഷരങ്ങളുടെ കണ്ടെത്തൽ, അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടെത്തൽ, മാധ്യമങ്ങളുടെ വളർച്ച, അവയുടെ സ്ഥാപനം, ഇവയൊക്കെ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഘടകങ്ങളാണ്. അക്ഷരപ്പുരയ്ക്കടുത്ത് തന്നെയല്ല സെൻ്റെ പ്രേം, മാധ്യമത്തിൻ മഹിത മന്ത്രസ്ഥാനമല്ല സെൻ്റെ പ്രേം എന്നൊക്കെ നമ്മൾ ചൊല്ലിക്കേട്ടിട്ടുണ്ട്. ആരാധനാലയത്തിന് അടുത്ത് അച്ചടിശാലയുണ്ടാവുക, മുദ്രണാലയ പ്രേക്ഷിതത്വത്തിൻ്റെ പ്രഥമ പടികൾ സ്ഥാപിക്കുക, അതിൻ്റെ തുടർച്ചയായി എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം, വിളക്ക്, മൺചെരാത്, ദീപിക, നിത്യപ്രകാശം ഒക്കെ സ്ഥാപിതമാകുക, അവ ഓരോ ജനപദങ്ങളിലേക്ക് പ്രവേശിക്കുക, അവരുടെ അന്ധകാര ഹൃദയ തടങ്ങളിൽ പ്രകാശത്തിൻ്റെ കിരണങ്ങളായി പ്രശോഭിക്കുക. ഒരു വൃക്ഷ സംസ്കാരം ഭാരതത്തിനുണ്ട്. ആരാധനാലയങ്ങളോട് അടുത്ത് നടപ്പെടുന്ന അഥവാ മുളച്ചു വരുന്ന ചില വൃക്ഷങ്ങളെ കാവൽ മരങ്ങളായി സങ്കല്പിക്കുക, അവയെ നിലനിർത്തുക. ഇവയ്ക്കൊക്കെ വിരുദ്ധമായ ശക്തികൾ കാലത്തിൻ്റെ പൂർണ്ണതയിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് ഒരുക്കമായുള്ള ലക്ഷണങ്ങളുടെ ഭാഗമായി വന്നു ചേരാറുണ്ട്. അവ കാവൽ മരങ്ങളെ പിഴുതുമാറ്റും. യഥാസ്ഥാനത്ത് നിൽക്കേണ്ട പ്രധാന രൂപങ്ങളെ പ്രധാന സ്ഥാനത്ത് നിന്നും അപ്രധാന സ്ഥാനങ്ങളിലേക്ക് മാറ്റിമറിക്കുവാനുള്ള പ്രലോഭനമുണ്ടാകും. അഥവാ തങ്ങളുടെ അനുയായികൾ മുഴുവൻ നേതൃത്വം നൽകുന്നവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അങ്ങനെ അക്ഷരപ്പുരകൾ മാറ്റി സ്ഥാപിക്കുവാനുള്ള പ്രലോഭനം സ്വാഭാവികമാണ്. ഉയരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പിതൃഭാവങ്ങളെ സാമാന്യ ജനങ്ങളിലേക്ക് ഇറക്കി താഴ്ത്തി വയ്ക്കാനെന്ന വ്യാജേന തൽസ്ഥാനത്ത് നിന്നും താഴ്ത്താനും ഇകഴ്ത്താനുമുള്ള പ്രലോഭനം നമുക്കുണ്ടാവുക സ്വാഭാവികമാണ്. അവയെയൊക്കെ ചെറുത്തു നിൽക്കണമെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടത് വചനത്തിൻ്റെ ശക്തിയാണ്. വചനം എന്ന് പറയുന്നത് യേശു മാത്രമാണ്. യേശുവാകുന്ന സുവിശേഷ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ചുറ്റും കൂടുന്ന ലൗകായികതയുടെ ഛിദ്രശക്തികൾ നാം നിലയുറപ്പിക്കേണ്ട രംഗങ്ങളിൽ നിന്നും നമ്മെ മാറ്റിമറിക്കുവാൻ ഉള്ള എല്ലാവിധ പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വരും. അങ്ങനെ അക്ഷരപ്പുരകൾ നമ്മൾ മാറ്റി സ്ഥാപിച്ച് അവയില്ലാതെയാകും. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള അക്ഷരപ്പുരകൾ, അവ തലസ്ഥാന